വീടിന് ചേർന്നൊരു കുടിയുണ്ടാക്കി കുടീച്ചകനാവും. പിള്ളേരായി അവരുടെ ചിരിയും കളിയും തമാശയും വയസ്സായ തൻ്റെ സാന്നിധ്യം ഒരു തെറ്റാണെന്ന് തോന്നിയിട്ട് ഒതുങ്ങി നാമവും ജപിച്ചിരിക്കും. വല്ല ആവശ്യമുണ്ടെങ്കിൽ പിള്ളേർ അങ്ങോട്ട് ചെന്ന് ചോദിക്കും. അപ്പോൾ ധീരമായി പറഞ്ഞു കൊടുക്കും. വിളിച്ചാൽ ഭംഗിയായി പറയും, ഇതൊക്കെ മതി. തൃപ്തിയുണ്ടായിരുന്നു ജീവിതത്തിന്. ഇന്ന് 80 താക്കോല് കയ്യിൽ വേണമെന്ന് നിർബന്ധവുമാണ്. റൈറ്റ്. അധികാരമൊഴിയുക വലിയ പാടാണ്. ഭരണത്തിലായാലും വീട്ടിലായാലും എവിടെയായാലും ഇതാണ് ഗതി. അപ്പം അവിടെയാണ് നമ്മൾ അഷ്ടാവക്രൻ്റെ ഈ ചിന്ത ജനകനെ പഠിക്കുന്നത്. ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിൽ ഇതൊന്നും നീയല്ല, മറ്റതൊക്കെ ശരീരത്തെ സംബന്ധിച്ച്. വിപ്രനാദിയായ വർണ്ണങ്ങൾ നീയല്ല, ബ്രഹ്മചര്യാദി ആശ്രമങ്ങളും നീയല്ല. ന ആശ്രമി അക്ഷിഗോചരഹാന, ഇന്ദ്രിയഗോചരനുമല്ല നീ. ഇന്ദ്രിയങ്ങൾക്ക് നിന്നെ കാണാനാവില്ല. ത്വം, നീ. അസംഗഃ, നീ അസംഗനാണ്. നിരാകാരഃ, നിരാകാരനാണ്. വിശ്വസാക്ഷി, സർവസാക്ഷിയും നീ തന്നെയാണ്. നീ തന്നെയാകുന്നു, അസിയാകുന്നു. നീ സുഖമായിരിക്കൂ ജനക. ഇതാണ് ആ ഉപദേശം. അപ്പം നീ വിപ്രനാദിയായ വർണ്ണമല്ല. ഇത് ശങ്കരൻ്റെയും ഹസ്താമലകൻ്റെയും ചിന്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. തൃഷുധാമസു യത് ഭോജ്യം ഭോക്താ ഭോഗശ്ച യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി ചിന്മാതൃ അഹം സദാശിവ എന്ന് ഭംഗിയായി പറയും. ഭോക്ത, ഭോഗം, ഭോക്തവ്യം എന്ന 3 അവസ്ഥകളും ഉളവാക്കുന്ന ഈ എല്ലാത്തിൽ നിന്നും ഭിന്നനാണ് ഞാൻ, സാക്ഷിയാണ് ഞാൻ, ആനന്ദമാണ് ഞാൻ. കൈവല്യോപനിഷത്ത് 18ാമത്തെ ശ്ലോകത്തിൽ ഭംഗിയായി പറയും. ശ്വേതാശ്വതരം 6 സർവസാക്ഷി വിശ്വസാക്ഷി എന്ന് പറയും. ശങ്കരൻ കൂടസ്ഥൻ എന്ന് വിളിക്കും. സബ്സ്റ്റാൻഷ്യ എന്ന് പാശ്ചാത്യരിൽ ചിലർ വിളിക്കും. ദ അൺമൂവ്ഡ് മൂവർ എന്ന് കാന്റ് വിളിക്കും. കറങ്ങുമ്പോഴും കറക്കമില്ലാത്തവൻ, ദ അൺമൂവ്ഡ് മൂവർ. കൂടസ്ഥൻ, വിശ്വസാക്ഷി, അതാണ് നീ. ഏകവും അദ്വയവുമായ. അപ്പം നീ ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണികളിൽപ്പെട്ടവനോ ബ്രഹ്മചാരി തുടങ്ങിയ ആശ്രമങ്ങളിൽപ്പെട്ടവനോ അല്ല. ഇന്ദ്രിയങ്ങൾക്കൊന്നും ഗോചരനല്ല. നീ അസക്തനും നിരാകാരനും സർവസാക്ഷിയുമാണ് എന്നറിഞ്ഞ് സ്വാസ്ഥ്യം നേടിയാലും സ്വസ്ഥനായി ഭവിച്ചാലും. ഇപ്പം നിനക്ക് സ്വസ്ഥത കിട്ടാൻ എളുപ്പ വഴി ഇതൊന്നുമല്ല നീ എന്നറിയുക. നേതി നേതി ന ഇതി ന ഇതി. ഇതിന് പകരം ഇതെല്ലാം ഞാനാണെന്ന് തോന്നുകയാണ്. അതിന് സർവജ്ഞാത്മമുനി പുരുഷാപരാധമെന്ന് പറയും. എങ്ങനെയാ ഇതുണ്ടാകുന്നത്? ശ്രവണം കൊണ്ട്. എങ്ങനെയാ ഇത് പോകുന്നത്? ശ്രവണം കൊണ്ട്. ഉണ്ടായത് ശ്രവണം കൊണ്ട്, പോകുന്നതും ശ്രവണം കൊണ്ട്. കാണുന്നവരെല്ലാം ഓരോന്ന് പറഞ്ഞപ്പോൾ അതാണ് ഞാനെന്ന് ഭ്രമിച്ചു. വലിയ ആളുകളെ പോലും ഭ്രമിപ്പിക്കാൻ പറ്റും. 4 ഭക്തന്മാർ കൂടിയാൽ മതി. സ്വാമി നോക്കി, സ്വാമിയുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ രോമാഞ്ചം ഉണ്ടാകും. ഇവൻ്റെ ദേഹത്തെങ്കിലും രോമമില്ല, എന്നാലും കാണിച്ചിട്ട് പറയും രോമാഞ്ചം ഉണ്ടാകും. എന്താണ് സ്വാമി അവിടെ പറഞ്ഞത്? ഇപ്പം സ്വാമിക്ക് തന്നെ തോന്നും എന്തൊക്കെയോ ആണ്.
ഇങ്ങനെ ശ്രവണം കൊണ്ടാണ് ഞാൻ അതും ഇതുമൊക്കെയാണെന്ന് തോന്നിയത്. അച്ഛനും അമ്മയും പറഞ്ഞു, നീ മകനാണ്, മകൻ്റെ കടമകൾ, മകൻ്റെ അവകാശങ്ങൾ. ഇപ്പം മകനായി ഞാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കുഞ്ഞുണ്ടായി പറഞ്ഞു, നീ അവൻ്റെ ജ്യേഷ്ഠനാണ്. ഇപ്പം ജ്യേഷ്ഠനുമായി. ഇപ്പം മകനെന്ന ഒരു സത്യം, ജ്യേഷ്ഠനെന്ന ഒരു സത്യം. കുറേ നാൾ കഴിഞ്ഞൊരു പെങ്കൊച്ചിനെ കൊണ്ട് കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, നീയാണ് ഇവളുടെ ഭർത്താവ്. അവൾ സമ്മതിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? പറഞ്ഞാൽ മതി ആളുകളെല്ലാം കൂടെ. നാട്ടുകാർ പറഞ്ഞിടത്തോളമൊക്കെ മതിയാവും. തിരിച്ചും നീയാണ് ഇവൻ്റെ ഭാര്യ. നാട്ടുകാരൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഭാര്യ. എത്ര മണിക്കൂർ നേരം? ചോദ്യം മനസ്സിലായില്ല. ഈ പറഞ്ഞതിനപ്പുറം ഭാര്യയും ഭർത്താവൊന്നുമല്ല. ഇവനോടൊപ്പം ജീവിക്കുമ്പോഴും ഇവൻ്റെ കുട്ടിയെ പ്രസവിക്കുമ്പോഴും ഒക്കെ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ഒപ്പമാണ് ജീവിക്കുന്നത്. Am I right? No. അല്ലേ? അത് റൈറ്റ്. അങ്ങനെ ഉണ്ട്. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല. കുറേ ആളുകളെങ്കിലും അങ്ങനെയാണ്. തിരിച്ചും ഇവനും ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശരിയാണ്. അപ്പോ സ്വപ്നങ്ങളിൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ല, ജാഗ്രതയിൽ മാത്രമാണ്. അഭിമാനിക്കുന്നതോ നാട്ടുകാർ പറഞ്ഞുകൊണ്ട്, നീയാണ് ഭാര്യ, നീയാണ് ഭർത്താവ്. ഭാര്യയ്ക്കും ഭർത്താവിനും അവകാശങ്ങളുണ്ട്, കടമകളുണ്ട്. ശരിയാണ്. ഇപ്പം ഈ കടമകൾ, അവകാശങ്ങൾ, ഞാൻ ഭാര്യ, ഞാൻ ഭർത്താവ്, ഞാൻ അച്ഛൻ, ഞാൻ അമ്മ. കുട്ടിയുണ്ടാകുമ്പോൾ ഇവൻ അച്ഛനായി, അവൾ അമ്മയായി. അയൽവക്കത്ത് താമസക്കാരും എന്നാൽ അങ്ങനെയായി. അതിനിടയിൽ പോയൊരു മെമ്പർഷിപ്പ് എടുത്താൽ ഒരു ജാതിയായി. ശരിയല്ല. അങ്ങനല്ലേ ജാതി ഉണ്ടാകുന്നത്? അല്ലേ? ഞങ്ങൾ ക്നായിത്തൊമ്മൻ്റെ കാലം മുതലുള്ള കത്തോലിക്കരാണ്. ഞങ്ങൾ യഹോവ സാക്ഷിയാണ്, ഞങ്ങൾ പെന്തക്കോസ്റ്റാണ്, ഞങ്ങൾ വടക്കും ഭാഗനാണ്, ഞങ്ങൾ തെക്കും ഭാഗനാണ്. ഞങ്ങൾ കൂനംകുരിശ് സത്യം ചെയ്ത ആ സത്യക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ യാഥാസ്ഥിതികരാണ് ഞങ്ങൾ, ഓർത്തഡോക്സ്. ഇങ്ങനെയുള്ള വകുപ്പുകൾ, അതിൻ്റെ ഉപവകുപ്പുകൾ. ഇതുപോലെ തന്നെ അതാദ്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ചിരിച്ചിട്ടായിക്കോട്ടെ, മറ്റത് തുടങ്ങാനെന്ന് വെച്ചാൽ, ഞങ്ങൾ നമ്പൂതിരിയാണ്. അതിൽ നമ്പൂതിരി പാടാണ്. മനസ്സിലായില്ല? വെറും നമ്പൂതിരിയല്ല, പാടുള്ള നമ്പൂതിരിയാണ്. ഞങ്ങൾ നായരാണ്. അതിൽ കിരിയത്ത് നായരാണ്. അല്ലേ? അങ്ങനൊരു നായരുണ്ടെന്ന് തോന്നുന്നു. അല്ലേ? നായർ ഒരുപാടാണ്. എടച്ചേരി, കീച്ചേരി, മേച്ചേരി, ഇങ്ങനെ ഒരുപാട്, വിളക്കത്തല, അല്ലേ, വെളുത്തേടൻ, ഇങ്ങനെ ഒരുപാട് നായന്മാർ. പോയി എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞ അല്ല, കാസർഗോഡ് എന്നപ്പോൾ അവിടെ ചിന്മയ മിഷനൊക്കെ ഇരിക്കുന്നിടത്ത് പണ്ടൊരു ബോർഡുണ്ടായിരുന്നു, നായന്മാർ മൂല. പുതുതായിട്ട് അവിടുത്തെ ഒരു മുസ്ലിം സ്കൂളുണ്ട്. അതിൻ്റെ മുകളിൽ ബോർഡ് എഴുതിയപ്പോൾ ഇപ്പോൾ നായമാർ മൂല എന്ന് വായിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. പഴയ ബോർഡിലെ എന്നെ ഒരു തൂത്തുകൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, പോകുമ്പോൾ വല്ലപ്പോഴും വായിക്കുക. ഞാൻ തൂത്ത് കളഞ്ഞതല്ല. അപ്പോ ഇങ്ങനെ ഒരുപാട് ഉപവിഭാഗങ്ങൾ. ഇനി അങ്ങോട്ട് വന്നാൽ, ഞാൻ ആലുംമൂട്ടി ചാന്നാൻ്റെ പരമ്പരയാണ്. ചാന്നാൻ, വാത്തി, ഇങ്ങനെ ഈഴവ പരമ്പരകൾ.
അതിലുണ്ട് ഒരുപാടെണ്ണം. കുമാരനാശാൻ SNDP-യുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, SNDP ഒക്കെ സ്ഥാപിച്ച് SNDP-യുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ വൈദ്യൻ്റെ മകളുടെ കല്യാണം നടക്കുകയാണ്. സെക്രട്ടറി പോകണം കല്യാണത്തിന്. കല്യാണത്തിലൊക്കെ ഒപ്പിടിക്കണം, പത്രിക മുറിക്കണം, അങ്ങനെയല്ലേ നിങ്ങൾ പറയുക. അതിന് പോകുമ്പോൾ വൈദ്യൻ വഴിയിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു, കുമാരു കല്യാണത്തിന് വരരുത്. കാര്യം നമ്മൾ SNDP ഒക്കെ ഉണ്ടാക്കി, നമ്മൾ ഒരേ ഈഴവരാണെന്നൊക്കെ തീരുമാനമൊക്കെ എടുത്തെങ്കിലും നിന്റെ സാന്നിധ്യം കണ്ടാൽ കല്യാണം മുടങ്ങും. കാരണം നീ എന്നെക്കാൾ ജാതിയിൽ താന്നവനാണ്. അതുകൊണ്ട് നീ തിരിച്ചു പോകണം. സുകുമാരൻ എഴുതിയ കുമാരനാശാൻ്റെ ജീവചരിത്രത്തിൽ ഭംഗിയായി ഇത് ചിത്രീകരിക്കുന്നുണ്ട്. കുമാരു തിരിച്ചുപോയി. നായരുടെയും ബ്രാഹ്മണൻ്റെയും ഒന്നും കല്യാണമല്ല, മനസ്സിലായില്ല. കുമാരു തിരിച്ചുപോയി. പിന്നെ കുമാരു ഒരു പണി ചെയ്തു. ചിന്നസ്വാമി എന്ന ആളുകൾ വിളിച്ചിരുന്നതെങ്കിലും ഈഴവരുടെ ഇടയിൽ ഇത്രയും ജാതീയതയുണ്ടെങ്കിൽ ഒരു നായർ പെണ്ണിനെ കല്യാണം കഴിച്ചേക്കാമെന്ന് തീരുമാനിച്ചു. കഥയറിയില്ല. പഠിപ്പിച്ചൊരു കുട്ടിയെ കല്യാണം കഴിച്ചതും ഭാസ്കരൻ ജനിച്ചതും തോന്നക്കലിൽ പ്രസ് തുടങ്ങിയതൊന്നും നിങ്ങൾക്കറിയില്ല. അറിയില്ല. കേരളത്തിൻ്റെ ജാതി ചരിത്രത്തിലെ മുഹൂർത്തങ്ങളായവയൊക്കെ. അപ്പം ഈഴവനിലെ ജാതീയത എത്ര ഉപവിഭാഗങ്ങൾ, നായരിൽ എത്ര ഉപവിഭാഗങ്ങൾ. എടച്ചേരിയും കിരിയത്തും തമ്മിൽ കല്യാണമില്ല, ശരിയാണ്. തൊട്ട് തിന്നില്ല. അതൊക്കെ കുറച്ച് കുറഞ്ഞു. കാരണം കിരിയത്ത് നായരുടെ കാശ് കുറയുകയും എടച്ചേരിയുടെ കാശ് കൂടുകയും ചെയ്തപ്പോൾ അകലമൊക്കെ കുറഞ്ഞു. കാശാ കുറച്ചത്. അതുകൊണ്ട് ഇപ്പോഴും പറയും, മകളുടെ ഭർത്താവിനെ കാണിച്ചോ മകൻ്റെ ഭാര്യയെ കാണിച്ചോ ഇപ്പോഴും ചെല്ലുന്നവരോട് പറയും, ഇവരും ഞങ്ങളും പണ്ട് തൊട്ട് തിന്നിരുന്നില്ല. ഓർമ്മയുണ്ടെന്നാലും ശരിയല്ല. സ്വാമിക്കറിയോ, ഞങ്ങൾ തൊട്ടുണ്ടിരുന്നവരല്ല, ഇപ്പം പിന്നെ അതൊക്കെ അങ്ങ് പോയില്ലേ, അതുകൊണ്ട് മനസ്സിലായില്ലേ. അപ്പോഴീ മരുമകൾ ഒരു കാര്യം ചെയ്യും, തൊട്ടല്ലേ ഉണ്ണാത്തത് അവൾ വായിലിട്ടിട്ടെടുത്ത് വെച്ച് അമ്മായിയമ്മയ്ക്ക് കൊടുക്കും. കാരണം സ്വാമിയോട് ഇത്രയും പറഞ്ഞതല്ലേ. ആരുടെ ഒരു ചിരി, പഴയ ഓർമ്മ വരുന്നാന്ന് തോന്നുന്ന എടുത്ത് കൊടുത്തത്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇതെല്ലാം ശ്രവണം കൊണ്ടുവന്നതാണ്. നീ ഇന്ന ജാതിയാണ്. ഇത് ഭരണാധികാരികൾ ശ്രവണം ചെയ്യിപ്പിച്ചുണ്ടാക്കിയതുണ്ട്. കർത്താവ്, പണിക്കര്, കൈമള് ചാടി കർത്താവ്. കേട്ടിട്ടില്ല? ഒന്നും കേട്ടിട്ടില്ല? ഇങ്ങനെ ഒരുപാടുണ്ട്. കർത്താവും പണിക്കരും കൈമളും, കൈമള് ചാടി കർത്താവും. ഇതൊക്കെ ശ്രീമൂലത്തിൻ്റെ കാലത്ത് കാശില്ലാതെ വന്നപ്പോൾ ദിവാൻ പറഞ്ഞു, പൈസ ഖജനാവിലേക്ക് ഉണ്ടാക്കാൻ ഞാൻ ഒരു പണി തരാമെന്ന്. അങ്ങനെയാണ് സ്ഥാനപ്പേര് കൊടുക്കാൻ തീരുമാനിച്ചത്. പാലസിൻ്റെ മുമ്പിലെ മൈതാനത്ത് മഞ്ഞപ്പൊടി കൊണ്ട് കളവും വരച്ച് വരയും വരച്ച് അതേൽ ഓരോരുത്തരെ നിർത്തി, ഇത്ര രൂപ കൊടുക്കുന്നവൻ കർത്താവ്, ഇത്ര രൂപ കൊടുക്കുന്നവൻ കൈമൾ, ഇത്ര രൂപ കൊടുക്കുന്നവൻ പണിക്കർ. ഇപ്പോൾ ശ്രവണം കൊണ്ടായവൻ പണിക്കരായത്, ശ്രവണം കൊണ്ടായവൻ കൈമളായത്, കാശും കൊടുത്തിട്ട്. പിന്നെ അവൻ്റെ മക്കളെയൊക്കെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പരമ്പരയായി. മനസ്സിലായില്ല? നമ്മൾ ഇന്ന് ഞാൻ ഇന്നതാണെന്ന് പറയുന്നതെല്ലാം പഠിക്കാൻ പോയി, ഡിഗ്രിയൊക്കെ പാസ്സായി, പേരിട്ട് വിളിച്ചു രാമകൃഷ്ണൻ BA. അന്ന് മുതൽ ഞാൻ രാമകൃഷ്ണൻ BA ആയി. രാമകൃഷ്ണൻ BA LLB, ഞാൻ BA LLB ആയി. മനസ്സിലായില്ല? ഈ വിഷയമൊന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിലും ചെയ്യുന്ന പണി ഇതിനോട് ബന്ധമില്ലാത്തതാണെങ്കിലും ഞാൻ BA LLB ആണെന്നുള്ളത് ഓർമ്മിപ്പിക്കും. ശരിയല്ല? ശരിയല്ല? എൻജിനീയറിംഗ് ആണ്, BE ആണ് പാസ്സായിരിക്കുന്നത്. ഇപ്പൊ പണി ചെയ്യുന്നതോ ഏതെങ്കിലും ഒന്നിൻ്റെ ഡീലറായിരിക്കും, എന്നാലും BE ആണ്. ശരിയാണ്? ശരിയാണ്? ഇപ്പം നോക്കുക, കാരണം അതിലെല്ലാം ഉള്ള അഭിമാനം.
ഡോക്ടറാണ്, MBBS MDയും പാസ്സായി, MLA ആയിട്ടാണ് വരുന്നത്. MLAയുമാണ് ഡോക്ടറുമാണ്. ആർക്കൊരു ഗുളിക എഴുതി കൊടുത്തിട്ടില്ല ഇന്നുവരെ. എന്നാലും അതും കൂടെ സ്വാഗത പ്രസംഗത്തിൽ പറയും. ശരിയാണ്, ശരിയാണ്, ശരിയല്ല. ഇങ്ങനെയാണ് ലോകം. MBBS MD പാസ്സായിട്ട് സിനിമയിലാണ്. ഡോക്ടർ പുഷ്പാങ്കദൻ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന സിനിമാ നടനാണ്. അപ്പം ഇതെല്ലാം ശ്രവണം കൊണ്ടാണ് വരുന്നത്. ആരാണ് ഇയാൾ? ഡോക്ടറാണോ? എഞ്ചിനീയറാണോ? വക്കീലാണോ? അപ്പൊ തൊഴിൽപരങ്ങളായ പുരുഷാപരാധങ്ങൾ, പുരുഷന്റെ മേൽ ചാർത്തുന്ന അപരാധങ്ങൾ, അതാ പുരുഷാപരാധം. ഇവനല്ലാത്തതെന്തോ ഇവനാണെന്ന് പറയുക. ഇങ്ങനെയുള്ള ഒരുപാട് പുരുഷാപരാധം. ഇപ്പൊ സന്യാസിയെന്നും വാനപ്രസ്ഥനെന്നും ബ്രഹ്മചാരിയെന്നും ഇതെല്ലാം പുരുഷാപരാധ രൂപമാണ്, സത്യമല്ല. നിങ്ങൾ ആരാണ്? ഞാൻ സന്യാസിയാണ്. എന്താണ് അതിൻ്റെ ലക്ഷണം? എങ്ങനെയാ ഞങ്ങൾ പറയാ? ഈ ഉടുത്തിരിക്കുന്നത്. അപ്പോൾ ആകെ ഒരു മുണ്ടും 50 പൈസയുടെ കാവിയും. മനസ്സിലായില്ല? മുക്കി ഉടുത്താൽ ആരുമായി? അതല്ലേ ആ വ്യത്യാസമുള്ളൂ. എല്ലാ പുരുഷാപരാധങ്ങളും കൽപ്പനാവൈചിത്ര്യം മാത്രമാണ്. ഞാനിതൊന്നുമല്ല. അതാ ഇവിടെ പഠിപ്പിക്കുന്ന അഷ്ടാവക്രം. അപ്പം നീ ബ്രാഹ്മണാദി വർണ്ണങ്ങളല്ല, ബ്രഹ്മചര്യാദി ആശ്രമങ്ങളല്ല, നീ ഇന്ദ്രിയങ്ങൾക്കതീതനും ഇന്ദ്രിയങ്ങൾക്കഗോചരനും സർവസാക്ഷിയും നിരാകാരനുമാണ് ജനക. നിനക്ക് ആകാരമില്ല, അതാണ് നീ, ഏകമായ സത്ത. വീണ്ടും 6 ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി നദേ വിഭോ നകർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ. മുക്തിയെ 100% നീ ഇപ്പൊ തന്നെ മുക്തനാണ്. നീ ഇതൊന്നുമല്ല, ഇതൊക്കെയാണെന്നതാണ് ബന്ധം. ഇതല്ല എന്ന് നിനക്ക് ബോധ്യമുണ്ടോ? നീ മുക്തനാണ്. പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഞാനിതല്ല, ഞാനിതാണെന്ന് ഓർത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ. ഓരോരുത്തരും അവനവൻ ഇത് പലതും ആണെന്നോർത്തായി വഴക്കെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? നിന്റെ അമ്മായി അമ്മയാ. ഇത്ര കുഴപ്പം പിടിച്ച് അടിയാണെന്ന് നോക്കുക. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? നീ തന്നെയാണ് ഞാൻ. വഴക്ക് തീർന്നു, വഴക്ക് തീർന്നു. ഇരുളിലിരിപ്പവൻ ആര് നീ എന്നൊരുവൻ ഉരപ്പത് കേട്ട് നീയും ആരെന്ന് അരുളും, അതിൻ പ്രതിവാക്യമേകമാവും. നീ ആരാണെന്ന് ചോദിച്ചു ഇരുട്ടത്തിരിക്കുന്നവനോട് ഇപ്പുറത്തിരിക്കുന്നവൻ. അവനകത്തുനിന്ന് ഇങ്ങോട്ട് ചോദിച്ചു നീ ആരാണെന്ന്. രണ്ടുപേർക്കും ഒരു ഉത്തരേ പറയാനുള്ളൂ. ഏതാ ഉത്തരം? ഞാൻ. ഞാൻ. ഇത് സത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഴക്കില്ല, പൊല്ലാപ്പില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നീ മുക്തനാണ്. ഇത്രേ ആകെ പഠിക്കാനുള്ളൂ. അഷ്ടാവക്രഗീത ഇനി അങ്ങോട്ട് പോകുന്ന മുഴുവൻ ഇതിൻ്റെ നല്ലൊരു വിശദീകരണമാണ്. ഇത്രയും നല്ലപോലെ അനുഭൂതിയിലാക്കിയാൽ ഇപ്പം ഇവിടെയാണ് മോക്ഷം. ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി നദേ വിഭോ.
ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദ. വിഭോ, അല്ലയോ സർവവ്യാപിൻ, വിഭുവായിരിക്കുന്നവനെ, പ്രഭുവായിരിക്കുന്നവൻ, വിഭുവായിരിക്കുന്നവൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. ആരാ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്? ഞാൻ വ്യാപിക്കാത്ത സ്ഥലമില്ല. ശരീരത്തിലാകുമ്പോൾ ഇവിടെ ഈ കസേരയിലിരിക്കുന്നു എന്ന് പറയാം. ഇപ്പം ഈ കസേരയിലിരിക്കുന്നതിനിടയിൽ അമേരിക്കയിലൊന്ന് പോയി വരാം, എനിക്കേ പറ്റൂ. കാരണം ഞാനങ്ങ് വ്യാപിച്ച് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് വീട്ടിലൊന്ന് കണ്ണെത്തി നോക്കിയിട്ട് വരാം. ഇപ്പം എന്തൊക്കെയായിരിക്കും അവളുമാർ അവിടെ കിടന്ന് ചെയ്യുന്നത്? പോന്നു, 4 എണ്ണത്തിനെ അവിടെ ആക്കിയേച്ച് പോന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ട് പോന്നു, ഇവിടെ ഇരുന്ന് ഇങ്ങനെ അഷ്ടാവക്ര ഗീതയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവളുമാരുടെ രാജ്യമായി, അവളുമാരായി. ഇതുവരെ അത് ചിന്തിച്ചില്ല. ഇപ്പം ഞാനത് വേണ്ടത്ര ഭംഗിയാക്കി. പലരും ചിന്തിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ചായ കഴിഞ്ഞാൽ ചെല്ലു മുങ്ങും. ഇതിന് കാരണം നമുക്ക് വ്യാപിക്കാം. തദേജതി തദന്നയേജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തത് സർവസ്യസ്യ ബാഹ്യത. ഇത് ആത്മബോധം. അതുകൊണ്ടത് വിഭുവാകുന്നത്. വിഭോ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ. ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറഞ്ഞാൽ ഈ ബോധം സർവവ്യാപിയാണ്. ബോധമാണ് സർവ്വയിടത്തും വ്യാപിച്ചിരിക്കുന്നത്. ബോധം കടന്നു ചെല്ലാത്ത മേഖലകളില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ പോവാം, അവിടെ ആയിരിക്കുമ്പോഴും ഇവിടെയാകാം. അതുകൊണ്ടാണ് തദേജതി, അത് ചലിക്കുന്നു. തന്നൈജതി തത് നയേജതി, ചലിക്കുന്നില്ല. നിരുപാധികമായത് ചലിക്കുന്നില്ല, സ്വാഭാവികമായത് ചലിക്കുന്നു. മനസ്സിനെയും ശരീരത്തെയും കൂട്ടുപിടിച്ച് ചലിക്കുന്നു. അതേസമയം കേവലതയിൽ അത് ചലിക്കുന്നില്ല. തദ് ഏജതി തന്നൈജതി. തദ്ദൂരേ, അത് അകലെയാണ്. തദ്വന്തികേ, അതടുത്താണ്. തദന്തരസ്യ സർവസ്യ, അതെല്ലാത്തിൻ്റെ ഉള്ളിലാണ്. തത് സർവസ്യാസ്യ ബാഹ്യത, എല്ലാത്തിനും പുറത്തുമാണ്. ഇതാണ് ആത്മാവ്. ആ വിഭുവായ, ആ അല്ലയോ സർവവ്യാപിൻ. പ്രാർത്ഥിക്കാൻ വരുമ്പോഴും അതാ ചെയ്യുന്നത്. വിഗ്രഹങ്ങളിലൊക്കെ കണ്ട് പ്രാർത്ഥിക്കുമ്പോഴും, കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഫലിച്ചു എന്ന് അങ്ങോരവിടുന്ന് വിളിച്ചു പറയല. പറയുമോ? പറയുമോ? പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും പ്രാർത്ഥന കേട്ടു. അപ്പോൾ ആരോട് പ്രാർത്ഥിക്കുന്ന? ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുന്ന. എന്നിലെ ഉയർന്ന മനസ്സിനോട് എന്നിലെ താഴ്ന്ന മനസ്സ് നടത്തുന്നത് അപ്രകർഷേണയുള്ള അർത്ഥന. അതിനൊരു ഉപായമാണ് ക്ഷതമില്ലാതാക്കുന്ന ക്ഷേത്രമെന്ന് മാത്രം. അതുകൊണ്ട് അത് നന്നായിരിക്കേണ്ടത് എൻ്റെ നന്മയ്ക്കാണ് ആവശ്യം. കാരണം അത് ഞാനാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഉയർന്ന മാനസികാവസ്ഥയോട് എൻ്റെ താഴ്ന്ന മാനസികാവസ്ഥ, മനുഷ്യമാത്രനായ ഞാൻ, ഈശ്വരമാത്രനായ എന്നോട് നടത്തുന്ന അർത്ഥന, പ്രകർഷേണയുള്ള അർത്ഥന, പ്രാർത്ഥന, ഇതെല്ലാം ശരിയാവും. മനസ്സ് പറയും നീ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്, നിന്നെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, നീ പൊക്കോ, നേരെയാവും എന്നീ ഉയർന്ന മനസ്സ് താഴ്ന്ന മനസ്സിനോട് പറഞ്ഞുവെങ്കിൽ ചെന്നാൽ രക്ഷപ്പെടും. ഉയർന്ന മനസ്സ് താഴ്ന്ന മനസ്സ് പ്രാർത്ഥിക്കുമ്പോൾ നീ ചെയ്തു കൂട്ടിയതെല്ലാം ഓർക്കുമ്പോൾ നീ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. നിന്റെ രൂപ കീറിയതാണ്.
നീ കൊണ്ടുവന്ന കാശുകൊണ്ടൊന്നും പണി ഓടത്തില്ലടാ കൊച്ചു കള്ള. നീ ഉയർന്ന മനസ്സ് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അതിനാണ് കർമ്മങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ നന്നായിരിക്കേണ്ടത്. ആദ്യം പറഞ്ഞ ക്ഷമ, ആർജവം, ദയ, തോഷം, സത്യം, ഇതൊക്കെ അതിനാണ്. ഇതൊക്കെ കാണുന്ന ഈ ഉപരി മനസ്സുണ്ട്, അവൻ്റെ അനുഗ്രഹം മാത്രമാവേണ്ടേ. കൃതം സ്മര കൃതോ സ്മര എന്ന് കിടക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് പറയും, എൻ്റെ കർമ്മങ്ങളുടെ സർട്ടിഫിക്കറ്റല്ലേ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്, എൻ്റെ പേരേടിനകത്ത് നിൻ്റെ കർമ്മം എല്ലാം ഉണ്ട്, കുഴപ്പമില്ലടാ. അപ്പോൾ തൻ്റെ ഇടമായി പറയാൻ പറ്റും, ദുഷ്കർമ്മം ചെയ്തിരിക്കാം, അഹം അത് മുഴുവൻ ചിത്രഗുപ്തൻ കണക്കിൻ ബുക്കിൽ കൊള്ളിച്ചിരിക്കാം, യമനും അതിന് കണ്ടോട്ടെ എന്നായിരിക്കാം, മുക്കണ്ണ പാതിമെയ്യേ തവ തൃക്കാലഴും കാലമാരും മുഷ്കെന്നിൽ ചേർക്കുമെന്നുള്ളൊരു ഭയം അടിയനില്ല, പുല്ലാണതെല്ലാം. അതിന് കർമ്മം അതുപോലെ തൻ്റെ ഇടത്ത് ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവൻ കയറി ചൊറിയും. അങ്ങനല്ലേ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് വിഭോ സർവ വ്യാപിൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. എവിടെ ഒരു ചലനം ഉണ്ടായാലും നിന്നിൽ ആ ചലനം ഉണ്ടാവും. അടുത്ത വീട്ടിലെ കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ നിന്നിൽ ആദ്യം ഒരു ചലനം ഉണ്ടാവും. കുടിക്കുന്ന കഞ്ഞിയുടെ ഒരു അംശം കൊണ്ട കൊടുക്കാൻ നിന്നിലെ ആ വ്യാപകൻ പറയും, ആ കുഞ്ഞ് കരയുന്നു, കഞ്ഞി ഉണ്ടാക്കും. അപ്പം നിന്നിലെ നീ അന്നേരം പറയും, അധ്വാനിച്ചുണ്ടാക്കിയതാ, വല്ലവൻ്റെയും പിള്ളേർ കൊടുക്കാൻ, ഇപ്പം സൗകര്യപ്പെടുകയില്ല. പിന്നെ നീ പ്രാർത്ഥിക്കുമ്പോൾ മുകളിലുള്ളവൻ പറയും, ഗോപാല നിനക്കിന്ന് കഞ്ഞി ഇറങ്ങുകയില്ല, നീ അന്ന് കുഞ്ഞിന് കഞ്ഞി കൊടുത്തില്ല. ഗോപാല നിനക്ക് കഞ്ഞി ഇറങ്ങും, ഞാനാണ് നിനക്ക് കീമോതെറാപ്പി തരുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞാലും ഗോപാലിനെ സർവ്വവ്യാപി പറയും, എൻ്റെ ഡോക്ടറെ, ഡോക്ടർ എന്തോ ആയി പറയും, എനിക്കറിയാൻ മേലേ എനിക്ക് കഞ്ഞി ഇറങ്ങുകയില്ല, ഞാൻ ആ കുഞ്ഞിന് കഞ്ഞി കൊടുത്തില്ല. മനസ്സിലായില്ല. ഇതാ ഇതിൻ്റെ താക്കോൽ. ഈ സർവ്വവ്യാപി അകത്തിരിപ്പുണ്ട്, അവനെ മറയ്ക്കാൻ പറ്റില്ല. ഈ സർവ്വസാക്ഷി അകത്തിരിപ്പുണ്ട്, അവനെ മറയ്ക്കാൻ പറ്റില്ല. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അഴിക്കുന്നവനും അഴിപ്പിക്കുന്നവനും എല്ലാമായ സർവ്വവ്യാപിൻ. ഹേ സർവ്വവ്യാപിൻ, എല്ലായിടത്തും വ്യാപിച്ചാ നീ നിൽക്കുന്നേ. നീ കാണാത്തതൊന്നുമില്ല, നീ സാക്ഷിയാകാത്തതൊന്നുമില്ല, എല്ലാം നിന്നിലാണ്. വയലാരതൊരു കവിതയിൽ പറയുന്നുണ്ട്, നിന്നിലുണ്ടിന്നേ വരെ ജീവിച്ച സംസ്കാരങ്ങൾ, നിന്നിലുണ്ടിനിയത്ത വിടരും സംസ്കാരങ്ങൾ, ഈ വിശ്വതലത്തിൻ്റെ കർമ്മമേഖലകളിൽ ജീവിതം നോവുമ്പോൾ എൻ ആത്മാവ് നൊന്തിയിടുന്നു. ആ നോവ് തിരിച്ചറിയണം. അതാ പഠിക്കാനുള്ള ആകെ സാധനം. പഠിച്ചാൽ നിങ്ങൾ മുക്തനാണ്. ഇപ്പം ഇവിടെ വെച്ച് ഈ സെക്കൻഡിൽ ഇനി ഒരു അനുഷ്ഠാനവും വേണ്ട. അഷ്ടാവക്രൻ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു, ധർമ്മവും അധർമ്മവും സുഖവും ദുഃഖവും, ധർമാധർമ്മങ്ങളും സുഖദുഃഖങ്ങളും മാനസാനി ഭവന്തി, മനസ്സിൻ്റെ ധർമ്മങ്ങളാണ്, ആത്മാവിൻ്റെ അല്ല. ആ മനസ്സ് മോചനം നേടാൻ നേരത്തെ പറഞ്ഞ ക്ഷമ, ആർജവം, ദയ, തോഷം, സത്യം. കാരണം മനസ്സെല്ലാം കുറിക്കും. മനസ്സിന് ഓർമ്മകളുണ്ട്. മനസ്സനേകം വിഭൂതികളോട് കൂടിയതാണ്. പഴയ രക്തത്തിൻ്റെ കറയാണ് കഴുകിക്കളയുക. മൈക്ബത്ത് ഓർമ്മയുണ്ടാവും. കവികൾ ഈ വഴിക്ക് ഒരുപാട് എഴുതിയിട്ടുണ്ട്.
അതുകൊണ്ട് കറ പുരളാതിരിക്കണം, കഴുകാതിരിക്കണമെങ്കിൽ. അതുകൊണ്ട് മനസ്സാണ് എല്ലാ ധർമ്മവും, എല്ലാ അധർമ്മവും, ആത്മാവല്ല. അതുകൊണ്ടല്ലയോ സർവവ്യാപിൻ